എൻ്റെ കാലയിലേക്ക് മണ്ണെല്ലാം വെട്ടിയിട്ട് ഞാനാണ് ഇവിടെ ചെടി. അല്ല ഇപ്പൊ കാലയിലൊക്കെ കുറച്ച് പൊടി വെട്ടിക്കഴിഞ്ഞാൽ കാണിച്ചു കൊടുത്തപ്പോൾ ഞാൻ പണിതെന്ന് പറയാലോ, അതുകൊണ്ടാ. പിന്നെ ഞാനടുത്ത് അങ്ങനെയെങ്കിലും കാല് കഴുകൂലോ എന്ന് പറയാനോ. നല്ലതാണ് പിള്ളേർക്ക് രാവിലെ ഇത് കൊടുക്കുന്നത്. അപ്പൊ അവന് ക്ലാസ് ജോലി ചെയ്തില്ലെന്നാരും പറയില്ലല്ലോ. ആ ആ ആ ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നെ രാവിലെ മുതൽ ട്രോളി വധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ പൂന്തോട്ടത്തിലിറങ്ങി പൂച്ചെടികൾക്കിടയിലൂടെ പറന്ന് നടക്കുന്നുണ്ട്. ഇതിൽ നന്നായിട്ട് ഞാൻ കിളച്ചിട്ടതാണ്. അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ കിളച്ചാൽ എനിക്ക് രണ്ടാമത് പണിയാകൂലോ എന്നും പറഞ്ഞിട്ട് വീണ്ടും ഇറങ്ങിയേക്കുവാണ്. ഞാൻ കളച്ചിട്ട പ്രദേശങ്ങൾ മുഴുവൻ കാണിച്ചു, ഏരിയ മൊത്തം ഞാൻ കളച്ചിട്ട്. ഞാൻ കളച്ചില്ലേന്ന് പറ, കളച്ചില്ലേ പറ. കണ്ടോ, ഞാൻ ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസം കിളച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ പുല്ല് ഇതുവരെ നീക്കം പോലും ചെയ്തിട്ടില്ല ഗൈസ്. കുറേ നാളായി നമ്മളൊരു ഫാമിലി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. നമ്മൾ ഇത്ര നാൾ യാത്രകളുടെയും അതും ഇതൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് യാത്രകൾ തുടർച്ചയായിട്ട് കണ്ടാൽ ബോറടിക്കുമല്ലോ എന്ന് കരുതി വെറുതെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തോട്ടക്കാരൻ രാവിലെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും പുല്ലുണ്ടായെന്നുള്ള കാര്യം. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ചൊക്കെ മാന്തിയൊക്കെ ഇട്ടതാണ്. പക്ഷേ അപ്പോൾ പറഞ്ഞു എന്നോട് ഞാൻ ചെയ്തതൊന്നും ശരിയല്ല, എന്നോട് കയറിപ്പോകാൻ പറഞ്ഞ് കയറ്റി വിട്ടതാണ്. അതുകൊണ്ട് ഇനി ഞാൻ ജോലി ചെയ്തില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇവിടെ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ജോലി ചെയ്തില്ല എന്ന്, ഞാൻ പൂന്തോട്ടത്തിൽ ഇറങ്ങിയില്ല എന്ന് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തള്ളണമല്ല. ഞാൻ ജോലി ചെയ്തപ്പോൾ ചേട്ടനാ പറഞ്ഞു എനിക്കിത് ഇരട്ടി പണിയാകും, നിർത്തിക്കാന്ന്. അതുകൊണ്ട് ഇനി ഞാൻ ജോലി ചെയ്തില്ലെന്നാരും പറയില്ലല്ലോ. ആ ആ ആ അതിന് സകല തെളിവുകളും ഞാൻ നിരത്തിയിട്ടാണ് വരുന്നത്, അറിയാവോ? ഞാൻ സകല തെളിവുകളും നിരത്തി തോട്ടക്കാരൻ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാം ഉഴുതു മറിച്ച് കിളച്ച് മറിഞ്ഞ് വരുവെള്ളെന്നും പറഞ്ഞ് അങ്ങ് ഇറങ്ങിയിരിക്കുന്നുണ്ടോ. ഇതവിടെ ജനലിന് ഫാൻ, ഒരു ജനൽ കിടന്നിട്ട് ഇളകുന്നുണ്ടെങ്കിൽ, സോറി കർട്ടൻ കിടന്ന് ഇളകുന്നത് കണ്ടോ. അത് ആൻസൂട്ടൻ രാവിലെ എഴുന്നേക്കാതെ ഉറക്കത്തിലാണ്. ഫാൻ ഇട്ടിരിക്കുന്നതിൻ്റെയാണ് കർട്ടൻ ഇളകുന്നത്. എല്ലാമൊക്കെ പറയാനുണ്ടോ? എന്തെങ്കിലുമൊക്കെ പറ ചേട്ടാ. ചേട്ടൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി സബ്സ്ക്രൈബേഴ്സ് കാതോർത്തിരിക്കുക. ചേട്ടൻ വന്നതോടുകൂടി ചാനലിൽ നിന്നൊക്കെ ഞാനൊക്കെ എപ്പോഴേ ഔട്ടായി. ആ പറ. എന്റെ കാലയിലേക്ക് മണ്ണിടാനും കുഴപ്പമില്ല, ആ ബന്ധിയുടെ ചോട്ടിൽ ഇച്ചിരി പുല്ല് വീണതിനാണ് ഈ പറയണത്. അയ്യോ, ഞാനോർത്ത് കാലിനെന്തോ പറ്റിയതാണല്ലോ. അയ്യോ, എന്റെ മുല്ലല്ല, ദാറ്റ് ഇസ് ബന്തി. ഓരോ പാടും കഴിച്ചില്ല. ഇച്ചിരി വിത്ത് അവിടെ പാകിയത് അന്നെ മുളച്ച് പൊങ്ങി വന്നിട്ട് എന്ത് പാട് കഴിച്ചത്ര. അതിങ്ങനെ വിതറിയാ പോരാ. അപ്പൊ ഞാൻ വിതറിയത് ചട്ടിയിൽ നിക്കണ്ടല്ലോ. ഇതേ ചട്ടിയില്, ആ ചട്ടിയില് ഓർക്കിഡിന്റെ ചോട്ടി അല്ല, ഞാൻ തന്നെയാ നോക്കണേ. എന്നും നോക്കാറുണ്ട്. വെള്ളം എന്തിനാ, തന്നെ വളരും. ഞാൻ വെള്ളം കുടിക്കാറില്ലല്ലോ, അതുകൊണ്ടല്ലേ ഡോക്ടർ പറഞ്ഞു വെള്ളം കുടിച്ചിട്ട് വരാൻ. ആ എന്തിനാ? നേഴ്സിനാ പണി തന്നെ. കുത്തി മനുഷ്യന് അതൊന്നും ഇല്ല ഇനി കുത്താൻ. എന്നാലും HB കുറവായതുകൊണ്ട് എൻ്റെ വെയിനൊക്കെ ഇത്ര തിന്നായിപ്പോയേ, അറിയാവോ? അതൊക്കെ അറിയണുണ്ടോ? പറ, എന്തെങ്കിലുമൊക്കെ മൊഴിയൂ. ആ അന്തരത്തിൽ നിന്ന് വാക്കുകൾ ഉതിർന്നു വീഴാൻ വേണ്ടി സബ്സ്ക്രൈബേഴ്സ് കാത്തിരിക്കുകയാണ്. ആ ഇതെന്നാണ് എൻ്റെ കാലയിലേക്ക് മണ്ണെല്ലാം വെട്ടിയിട്ട് ഞാനാണ് ഇവിടെ ചെടി. അല്ല
ഇപ്പം കാലയിലൊക്കെ കുറച്ച് പൊടി പറ്റിക്കഴിഞ്ഞാൽ കാണിച്ചു കൊടുത്തപ്പോൾ ഞാൻ പണിതെന്ന് പറയാമല്ലോ, അതുകൊണ്ടാ. പിന്നെ ഞാനടുത്ത് അങ്ങനെയെങ്കിലും കാല് കഴുകൂലോ എന്ന് പറയാനോ. വേറെ എന്താ തന്നെ പറഞ്ഞ ഇരിച്ചിട്ടുണ്ട്, അതുപോലെ തീർത്തിട്ടൊന്ന് പോകണമെന്നുണ്ട്, പക്ഷെ തീരൂല. ആര് പറഞ്ഞു തീരില്ല? അങ്ങ് ഉത്സാഹിക്കുന്നേ. ഉത്സാഹിക്കല്ല, ഇതിൻ്റെ വെള്ളം ഞാൻ കഴിഞ്ഞ ദിവസം വെട്ടിയതല്ല, അന്നേരം എന്നോട് പറഞ്ഞാൽ കയറി പോവാൻ. അല്ലേ പറ, ഞാൻ അവിടേക്കല്ല വൃത്തിയാക്കി ഇട്ടിട്ട് അതൊന്ന് വാരി കളഞ്ഞോന്ന് നോക്കാം. ഏതാ അത്? അത് ഒന്നാമത് പണിത് പിന്നെ എത്ര ഞാൻ ക്ലിയർ ആയി വന്നു. പിന്നെ ഞാൻ ഇളക്കി കൂട്ടിയിട്ടതാട്ടോ. ചക്ക ഇളക്കാൻ അറിയില്ല. പിന്നെ എന്നെ അറിയാവുന്നത് പുട്ടുണ്ടാക്കാൻ. അതൊരു ഭയങ്കര എന്താ അയ്യോ, തേങ്ങ വെച്ചിട്ടില്ല. തേങ്ങ വെച്ചിട്ടില്ല. ആ, ഒരു തേങ്ങ പൊതിച്ചു തരുമോ? തേങ്ങ പൊതിച്ചാൽ ഞാൻ തേങ്ങ കൊത്തിയിട്ട് എടുത്തിക്കണ്ടേ? അത് വെച്ചില്ല, തേങ്ങ പൊതിച്ച് തരുമോ? അതേ സമയത്ത് അങ്ങനെ പോകുമ്പോൾ ആ റൂട്ടിൽ പോകുമ്പോൾ ആ തേങ്ങ വരണം താരം എടുത്തു. അല്ല, 3-4 പൊതിച്ചു തരുമോ? 4 എപ്പോഴെപ്പോഴും പൊതിക്കാൻ വയ്യ. അല്ല, ഞാനിവിടെ തന്നെ ഉണ്ടേ. പിന്നെ എപ്പോഴെപ്പോഴും വന്ന് പറയണ്ടേ പൊതിച്ചു തരുമോ? തേങ്ങ തേങ്ങ തേങ്ങ. തുളസി അവിടെ നിൽക്കട്ടെ, ഞാൻ കളഞ്ഞില്ല. തുളസി കളയണ്ട, തുളസി. ഓ, ചേട്ടൻ അങ്ങോട്ട് സൂം ആക്കിയേക്കുവാണല്ലോ. എങ്ങനെ സൂമാക്കി ചേട്ടൻ ഇറങ്ങി നിൽക്കുവാ വീഡിയോയില്. വലുതാക്കി പിടിച്ചേക്കുവാന്ന് മനസ്സിലായില്ല. സെലിബ്രിറ്റി ഇതാ കിടക്കുന്ന കേട്ടോ. ഒരു വീഡിയോ പോലും എടുക്കാൻ സമ്മതിക്കില്ല ഈ ചേച്ചി. ഈ ചേച്ചി ഇങ്ങനെ വന്നിങ്ങനെ കിടക്കും. ഇപ്പം ഞാൻ വീഡിയോ പിടിക്കാന്ന് പറഞ്ഞാൽ ചേച്ചി എഴുന്നേറ്റ് പോവുകയും ചെയ്യും. ചേച്ചിയെ, ചേച്ചിയെ, ആ ഹായ് ചേച്ചിയെ, വീഡിയോ എടുക്കുക. എക്സ്ക്യൂസ് മീ, ഹലോ. Chaya, Pia, Chaya. ചായ ഇട്ടു, പഞ്ചസാര ഇട്ടു, പുറത്തു വച്ചു. യെസ്, കാട്ടിലെ കോട്ടയിൽ തുറന്നിട്ട പിള്ളേച്ചൻ അന്നൊരു നാളിൽ നിന്നനുരാഗം പോലെ എന്നെ തഴുകി. ആ കുളിരിൽ ഞാൻ രാവിലെയാണ് പാത്രങ്ങളൊക്കെ കഴുകേണ്ടത്. കുറച്ച് പാത്രമാണ് കേട്ടോ, ഞാൻ ഇന്നലെ കഴുകി വെച്ചിരുന്നില്ല, അതുകൊണ്ട് അതങ്ങ് കഴുകുവാണ്. ഇതിനകത്ത് കുട്ടിങ്ങൾ ഇന്നലെ നമ്മളെ മുട്ട പൊരിച്ചതാണ്. മുട്ട കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്ത് മുട്ട പൊരിച്ചപ്പം ആ പാത്രമാണിത്. അത് ചൂടായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ടെഫ്ലോൺ കഴുകില്ല. അപ്പം അത് ഞാനിങ്ങനെ തണുക്കാനായിട്ട് വെച്ചു. ആ പാത്രമാണിത്. അപ്പം ഞാൻ പാത്രം കഴുകിയിട്ട് ബാക്കി പുട്ട് വേവിക്കാനായിട്ട് വരാം. അജുമി പുട്ടുപ്പൊടി നമ്മൾ കഴിഞ്ഞ ദിവസം അരുവിക്കപ്പള്ളി പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആൻസുകുട്ടൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ നമ്മൾ അജുമി കയറി കുറച്ച് എന്തൊരു പുട്ടുണ്ടാക്കും.
ഇച്ചിരി ഉപ്പ്, ഇച്ചിരി വെള്ളം എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ മറ്റൊരു പാത്രത്തിൽ ഇവിടെ വെള്ളമൊക്കെ വെച്ചു. നമ്മുടെ പുട്ട് ഇതാണ് കേട്ടോ. എനിക്ക് പിന്നിൽ നിന്നും കോലിട്ട് കുത്തി തള്ളി മറിച്ചിടുന്ന സ്വഭാവമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തേങ്ങ ചെറിയ തേങ്ങയിലൊക്കെയാണ് പുട്ടുപൊടി ഇട്ടത്. 2-3 തേങ്ങ അതേപടി ഇങ്ങ് പോകുന്നു. ഞങ്ങൾക്ക് ചിരകാനൊന്നും സമയമില്ല, ചിരട്ടയിൽ ഇരുന്നിരുന്ന് ബോറടിച്ചു എന്നും പറഞ്ഞു. അപ്പോൾ ആ തേങ്ങയൊക്കെ ഇതിൽ നിന്ന് പതുക്കെ പറക്കി മാറ്റാം, അല്ലെങ്കിൽ ആ തേങ്ങ മാത്രം ഒരുമാതിരി അവിഞ്ഞ തേങ്ങയായിട്ട് കിടക്കും. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ കുത്തി ഒഴിക്കുന്നത് കൊണ്ട് ആരും ബുദ്ധിമുട്ടണ്ട. ഇതൊരു 2 മിനിറ്റോ 2 സെക്കൻഡ് കൊണ്ട് വീണ്ടും ഡ്രൈ ആകുന്നതായിരിക്കും. പുട്ടുപൊടി എന്തോരം വെച്ചാലും വീണ്ടും ഡ്രൈ ആയിക്കൊണ്ടേയിരിക്കും. അപ്പം അതവിടെ വെള്ളം ചൂടായിട്ടുണ്ടേ. ഇത് എളുപ്പത്തിലുള്ള പുട്ടാണ് കേട്ടോ. ഇതിന് ഞാൻ പേരിട്ടിരിക്കുന്നത് ഉപ്പുമാവ് പുട്ട് എന്നാണ്. പുട്ട് എന്താണെങ്കിലും പുട്ടും കുറ്റിയിലുണ്ടാക്കിയാലും നമ്മൾ ഉടച്ചല്ലേ കഴിക്കുകയുള്ളൂ. പഴം കൂട്ടിയോ പപ്പടം കൂട്ടിയോ അല്ലെങ്കിൽ പയറ് കൂട്ടിയോ കടല കൂട്ടിയോ ഒക്കെ നമ്മൾ ബീഫ് കൂട്ടിയോ ഒക്കെ പുട്ട് കഴിച്ചാൽ നമ്മൾ ഉടച്ചേ കഴിക്കണം. അല്ലാതെ പുട്ടിനെ ഉണ്ട പോലെ എടുത്തിട്ട് കടിച്ച് തിന്നൊന്നുമില്ലല്ലോ. അപ്പം പിന്നെ ഇതിങ്ങനെ ഉടഞ്ഞിരുന്നാലും എന്താണ് പ്രശ്നം? ഇങ്ങനെ ആരെങ്കിലും പുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ വൈറലായ വീഡിയോയിൽ ഈ ഒരു പുട്ടായിരുന്നു കേട്ടോ. അന്ന് പുട്ടും ചീത്ത കേട്ടു, എൻ്റെ കോവയ്ക്കയും ചീത്ത കേട്ടു, ഞാനും ചീത്ത കേട്ടു. അങ്ങനെ ഫുൾ ചീത്തയായിരുന്നു. നെഗറ്റീവ് അടിച്ചുകൊണ്ട് വൈറലായി കയറി വന്നൊരു യൂട്യൂബറാണ് ഞാനല്ല നെഗറ്റീവ്, നമ്മുടെ വീഡിയോ കണ്ടവരൊക്കെയാണ്. പക്ഷെ ഒത്തിരി പേര് പോസിറ്റീവായിട്ട് പറഞ്ഞു. പക്ഷെ എല്ലാവർക്കും ആ ഒരു 1 മിനിറ്റ് വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ബിന്ദു സ്ട്രീംസിൻ്റെ വിജയം. പേടിച്ചു പോയി, പുറകെ വന്നിട്ട് ഭൂതം പോലെന്ന് മുണ്ടാതെ പതുങ്ങി വന്ന് നിൽക്കുക. ഇതെന്തോ ഇത് മീശയോ ഇതെന്തോ താടിയോ? അങ്ങനെ നമ്മൾ പുട്ടിനെ ഇതിനകത്തേക്ക് മറിച്ചു കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. പുട്ടിന് നമ്മൾ ഒരു വാഴയില വെച്ചിട്ടുണ്ട്, അതിലേക്ക് തേങ്ങ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ബുക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പുട്ടാണ് ആ പുട്ട്. പോലെ അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് സെറ്റ് ആവട്ടെ. ഇനി ബാക്കി പാത്രം കഴുകി വെക്കട്ടെ. പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് അവിടെ എല്ലാം വെള്ളം ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. ഇവിടെ പാത്രം കഴിക്കേ നമുക്കില്ല. ആസോട്ടിന് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഞാനേ ഇവിടെ ഒരാളെ എഴുന്നേൽപ്പിക്കാൻ വന്ന കേട്ടോ. ടെഡിബിയറിനെയൊക്കെ ചവിട്ടി കൂട്ടി ഒരു മൂലയ്ക്ക് ഒതുക്കിയിട്ട് ഇവിടെ ഒരാൾ ഭയങ്കര ഉറക്കമാണേ. ഹലോ നേരം വെളുത്ത് ഉച്ചയായി, ഇച്ചിരി കഴിയുമ്പോൾ രാത്രിയാകും, പിന്നെയും കിടന്ന് ഉറങ്ങാനുള്ളതാ. എണീറ്റ് വരാവോ? ഹലോ ആനസുകുട്ട, എണീക്കാവോ? കണ്ണൊന്ന് തുറന്ന് നോക്കിക്കേ, സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരും കാണാൻ പറ്റും. ഒന്ന് തുറന്നേ, തുറക്കടാ അങ്ങോട്ട്. ഇത് ശരിയായില്ല കേട്ടോ, കളിയാക്കും ആൾക്കാരെ. തുറക്കടാ കണ്ണ. നിങ്ങളുടെ ഈ ടെഡിബിയറിനെയൊക്കെ ഒതുക്കി ചവിട്ടി കൂട്ടി ഒരു മൂലയ്ക്ക് കിടത്തിയേക്കണം. എണീക്കടാ, എണീക്കടാ. സുഹൃത്തുക്കളെ, അപ്പം നമ്മുടെ ആവി പറക്കുന്ന പുട്ടിവിടെ റെഡി ആയിരിക്കുകയാണ്. അനുസൂട്ടിന് ഇതുവരെ എഴുന്നേറ്റ് വന്നിട്ടില്ല. അപ്പം എനിക്കിനി ബാക്കി ചോറും കറികളൊക്കെ ഉണ്ടാക്കണം. ഇവിടെ ഇച്ചിരി ഉപ്പുമാവ്, ഇന്നലെ രാത്രി ഞാൻ ഉപ്പുമാവാണ് കഴിച്ചത്, അപ്പം അതിരിപ്പുണ്ട്. പിന്നെ മീൻ ചാറ് ഇരിപ്പുണ്ട്, മീൻ ചാറ്. അപ്പം ഇനി എനിക്ക് കറികളുണ്ടാക്കണം, ചോറുണ്ടാക്കണം. പുട്ടിന് പഴയിരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഒരു കൊല പഴുത്ത് അവിഞ്ഞിരിപ്പുണ്ട് അവിടെ. പിന്നെ എന്താ കറി ഉണ്ടാക്കിയാൽ മാത്രം മതി. ചോറിപ്പം അരി അങ്ങിട്ട് തിളപ്പിക്കുന്ന സമയം കൊണ്ട് ഞാൻ കറിക്കുള്ള സംഭവങ്ങളെല്ലാം സെറ്റ്. ഇപ്പോൾ രാവിലത്തെ പണി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആനസൂട്ടിന് രാവിലെ പാലിൽ നമ്മൾ ചോക്കോസ് ഇട്ട് കൊടുക്കും കേട്ടോ. നല്ലതാണ് പിള്ളേർക്ക് രാവിലെ ഇത് കൊടുക്കുന്നത്. അപ്പോൾ അവന് ഗ്ലാസ്സിലൊന്നും പറ്റത്തില്ല.
അവൻ ഇതുപോലെയുള്ളൊരു പാത്രത്തിൽ വേണമെങ്കിൽ കോരി കുടിച്ചാൽ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ അതാ നമ്മുടെ പഴം ഇവിടെ റെഡിയാണ്. ഇനി ഒരിച്ചിരി പുട്ടും കൂടി എടുത്താൽ എനിക്ക് കഴിക്കാം. ആൻസൂട്ടന് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഇപ്പോൾ എഴുന്നേറ്റ് വരാമെന്നൊക്കെ എന്നോട് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ അരി അടുപ്പയിലിട്ടിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെക്കണം. പിന്നെ ചേട്ടൻ കഴിഞ്ഞ ദിവസം മാതള നാരങ്ങ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ബ്ലഡിൻ്റെ കുറവുണ്ട്. അപ്പോൾ ജ്യൂസാക്കി കുടിക്കാൻ പറഞ്ഞ് എനിക്ക് വെറുതെ തിന്നുന്നതാണ് ഇഷ്ടം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു. അത് ഞാനിപ്പോൾ വെള്ളത്തിലേക്ക് എടുത്തിട്ടുണ്ട് കറി വെക്കാൻ. ഇതിപ്പോൾ മുഴുവൻ വെക്കുന്നില്ല, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വെക്കാം. അപ്പോൾ അതേ നമ്മുടെ ആൻസൂട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ആൻസൂട്ടൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോൾ എന്നെ ചെറുതായിട്ടൊന്ന് ആൻസൂട്ടൻ പറ്റിച്ചേ. ആൻസൂട്ടൻ കട്ടിലയിൽ 2 പില്ലോ എടുത്ത് നീളത്തിൽ വെച്ച് പുതപ്പിച്ച് നിർത്തിയിട്ടേ ഞാൻ ഇവനെന്താ എഴുന്നേറ്റ് വരാത്തവരെ നോക്കാൻ പോയപ്പോൾ കിടന്നുറങ്ങണ പോലെ തോന്നി. പുറകിൽ നിന്നിട്ട് എന്നറിഞ്ഞ് ഞാൻ പേടിച്ച് കരഞ്ഞ. അപ്പം പുട്ടിച്ചിരി എടുത്ത് തരട്ടെ? ഇത് മതിയാ പാല്? പുട്ട് തിന്നണം ഇച്ചിരി. പഞ്ചസാര വേണോ? എടുത്ത് തരാം. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്ക് മീൻകറി വെക്കുവാണ് കേട്ടോ. അതുപോലെ തന്നെ അവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നറിയാവോ? ഇച്ചിരി വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ. അപ്പോൾ വെണ്ടയ്ക്കയും സവോളയും കൂടെ ഞാനിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുവാണ്. പച്ചമുളക് തീർന്നു പോയി. ഇനി പഴുത്ത കുറച്ച് മുളകുകളെല്ലാം കിട്ടിയില്ല. അപ്പം ഞാൻ ഓർത്തു ഇച്ചിരി വറ്റൽമുളകൊക്കെ ഇട്ട് അങ്ങോട്ട് മെഴുക്ക് പുരട്ടി ആക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ കറിയൊക്കെ റെഡിയാക്കട്ടെ. ചോറിപ്പോൾ ഏകദേശം വെന്ത് കാണും കേട്ടോ. ചോറ് വെന്ത് കാണും. പിന്നെ അത് ഉണ്ടാക്കിയ പുട്ടൊക്കെ ബാക്കി ഇരിക്കുക. ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞ് ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ. സുഹൃത്തുക്കളെ, അതെ ചേട്ടൻ എത്തിയിരിക്കുകയാണ്. മൊബൈൽ എടുത്തില്ലേ? ചേട്ടൻ കടയിൽ നിന്നും നേരത്തെ എത്തിയിരിക്കുകയാണ്. നേരത്തെ അല്ല, 2:30-3 മണി ആയപ്പോഴത്തേക്ക് എത്തിയിരിക്കുകയാണ്. ചേട്ടൻ പിന്നെ ഇതേ പുറകിൽ 3 മണി. ഇവിടെ ഒരാളിരിക്കുന്നു നോക്ക. കൂട്ടുകാരെ സഹായിക്കുവാണോ? സ്കൂൾ ഉടനെ തുറക്കുമെന്നും പറഞ്ഞു ഗെയിമിനകത്ത് മുഴുകിയിരിക്കുന്ന ആൻസ് കുട്ടനോ. ഇങ്ങോട്ട് വരാവോ? നിനക്ക് കോമൺ സെൻസ് ഇല്ലടാ. അയ്യേ, നിനക്ക് കോമൺ സെൻസ് ഇല്ല. തിന്നാൻ വല്ലാന്നല്ല. ആ പൂച്ചയ്ക്ക് കൊടുത്തായിരുന്നോടാ? എന്നിട്ട് പിന്നെ എന്നാ പിന്നെ പറയണേ? അപ്പം ഞാൻ ചോറൊക്കെ എടുക്കട്ടെ. സുഹൃത്തുക്കളെ, എൻ്റെ ചേട്ടൻ സന്നദ്ധാന ചോറ് കുടിക്കാൻ പറ്റൂല. ഞാൻ ആ പാവം പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോയതായിരുന്നു. ആ സമയം കൊണ്ട് ചേട്ടൻ തന്നെത്താനെ ചോറെടുത്തു, തന്നെത്താനെ കറി എടുത്തു, എല്ലാം തന്നെത്താനെ ചെയ്തു. എന്നോട് പറഞ്ഞ മീൻ കറി ഇഷ്ടം പോലെ കൂട്ടിക്കോ, പക്ഷെ ചോറ് ഇച്ചിരി കഴിക്കാവുള്ളൂ എന്നാണ്. സോ കൂടുതൽ കൂട്ടും മീൻ കറി. ആൻസൂട്ടൻ മീൻ കറി ഇഷ്ടമല്ല. ആൻസൂട്ടൻ എന്ത് കൂട്ടും? ഒരു മീനൊക്കെ കൂട്ടും അല്ലേ? കൂട്ടും. ഫിഷ് അച്ചാറുണ്ട്, വേണോ? ഇവിടെ എല്ലാവരും തന്നെത്താനെ വിളമ്പി കഴിക്കുന്നവരാട്ടോ. ദാറ്റ് ഈസ് വെണ്ടയ്ക്ക. നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടോ. അത് പറയാൻ വിട്ടുപോയി. ഞാൻ കറിയൊക്കെ അടുപ്പേ വെച്ചപ്പോൾ വീഡിയോ എടുത്ത ശേഷം ഇപ്പോഴാണ് എടുക്കണത്. മീൻ ഒരു കഷ്ണം, നല്ല കഷ്ണം, നല്ലതാ. ഓ, അപ്പം ഞങ്ങളൊക്കെ എന്നിരുന്ന് കഴിക്കട്ടെ. അപ്പോഴേ ചോറൂണൊക്കെ കഴിഞ്ഞ് ചേട്ടൻ കടയിലേക്ക് തിരിച്ചു പോയേ. ഇവിടെ ഒരാൾ കാലൊക്കെ മുറിച്ചിരിപ്പുണ്ട് കേട്ടോ. അവധിക്കാലമായ പിള്ളേർ കാലും കൈയൊക്കെ മുറിക്കുക പറഞ്ഞാൽ എത്ര സത്യസന്ധമായ കാര്യമാണ്. എന്നാൽ പിന്നെ ഒരു കാര്യവും ഇല്ല. ഞാൻ ആൻസ് കൊണ്ട് വിളിച്ചിട്ട് ഒരു ഫുട്ബോൾ കളിക്കാതെ ഓർത്തുകൂടി. എനിക്കത് തട്ടാനൊന്നും അറിയത്തില്ല കേട്ടോ.
ഞാൻ ചുമ്മാ തട്ടി വിരലൊക്കെ വെച്ച് തട്ടി ഇപ്പം നഖം വേദന എടുക്കുക. ഇനിയിപ്പോൾ ഈ നഖത്തിൻ്റെ ക്യൂടെക്സ് എല്ലാം റിമൂവ് ചെയ്ത് ഇവനെ കൊണ്ട് വേണം റിമൂവ് ചെയ്യിക്കാൻ. എന്നിട്ട് കാലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് ഓർത്തായിരിക്കുന്നത്. നാരങ്ങാനീര് ചൂടുവെള്ളത്തിലിട്ടിട്ട് കാലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കണം എന്ന് ഓർത്ത് നമ്മൾ മുഖവും കണ്ണും കയ്യോ ശരീരമോ കഴുത്തോ ഒക്കെ നമ്മൾ ക്രീമൊക്കെ തേച്ച് നമ്മൾ സെറ്റാക്കില്ലേ. പക്ഷെ നമ്മൾ കാലിലേക്ക് അധികം ആൾക്കാരും മൈൻഡ് ചെയ്യാറില്ല, കാല് ക്ലീൻ ചെയ്യാനൊന്നും പോകാറില്ല. അപ്പം ഞാൻ ഓർത്തയാൽ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഇവനായിരുന്നു എൻ്റെ ബ്രൂട്ടീഷ്യൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇന്നിപ്പം ഇവന് ബ്രൂട്ടീഷ്യന് വലിയ തിരക്കൊന്നും ഇല്ലാതെ ബ്രൂട്ടീഷ്യനെ കൈ കിട്ടിയിട്ടുണ്ട്. കാരണം ഇടി മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബ്രൂട്ടീഷ്യനെ കൊണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്യിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ ആക്കി തരില്ലേ? കാല പെഡിക്യൂർ ഒക്കെ ചെയ്തു തരില്ലേ? ഓക്കെ, ഇപ്പോഴല്ല ഇച്ചിരി കഴിഞ്ഞിട്ട്. അപ്പോൾ ബ്രൂട്ടീഷ്യനെ കൊണ്ട് നമ്മൾ പെഡിക്യൂറൊക്കെ ചെയ്യിക്കണം. അപ്പോൾ ബ്രൂട്ടീഷ്യനെ കൊണ്ട് ഞാൻ കുറച്ച് മുമ്പ് ഒന്ന് ഫുട്ബോൾ കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയപ്പോൾ ബ്രൂട്ടീഷ്യൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, അപ്പോഴാണെങ്കിലേ നമ്മൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ബോൾ തെറിച്ച് അപ്പുറത്തെ റബ്ബർ തോട്ടത്തിലേക്ക് തെറിച്ചങ്ങ് പോയി. ഞാൻ നോക്കിയപ്പോൾ പുറകെ ആഴ്ചോട്ടൻ ബോൾ എടുക്കാൻ വേണ്ടി വന്ന സാധാരണ അതിനെ പതുക്കെ ഇരുന്നിറങ്ങി പോണ ചെറുക്കന ഇത് വലിയ ഫാഷൻ കാണിച്ചോണ്ട് ഓടിച്ചെന്ന് മതിലേ കയറിയതാ. കാല് നിന്നെ കൈ അപ്പുറത്തും കാല് രണ്ടും കൂടെ ഇങ്ങനെ ആകാശത്തും താഴോർത്ത്. എന്നാണേലും പകുതി മുക്കാല് ഭാഗം അപ്പുറത്ത് വരുന്നപ്പിന്റെ കാലും കൂടെ അപ്പുറത്തേക്ക് എടുത്തിട്ടേക്കാറ്. ഞാൻ ആരിസൂട്ടന്റെ കാലെടുത്ത് നോക്കി അങ്ങോട്ട് ഇടാൻ നോക്കുമ്പോ ആരിസൂട്ടൻ കാലിങ്ങോട്ട് ഇവന്റെ പറഞ്ഞാൽ മുക്കാലും അപ്പുറത്ത് പോയെങ്കിലും ഞാൻ പിടിച്ച് പൊക്കുമായിരിക്കുന്ന. എനിക്ക് അന്നേരം തോന്നിയത് ഇവരുടെ അടുത്ത് അപ്പുറത്തേക്ക് ഇടാൻ. ഞാൻ നോക്കിയപ്പോഴേ എഴുന്നേറ്റ് നിന്ന് കരയുവാ. അല്ല നിന്റെ മകൻ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നടാ. എനിക്കാണെങ്കിൽ ചിരി വന്നിട്ട് രക്ഷയില്ലാറത്. മകന് പ്രാണവേദന, അമ്മയ്ക്ക് വീണതാണ്. എന്നാണെങ്കിൽ എൻ്റെ ആൻസൂട്ടൻ ദാ ഈ പരുവത്തിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ശുഭം ബോൾ വാങ്ങിച്ചു കൊടുത്ത. പിന്നെ അത് കഴിഞ്ഞ് പറയാം ഫുട്ബോൾ കളിച്ച അങ്ങനെ മുറിവും ചതവൊക്കെ എന്തരോ പറയാനാ. നല്ല മഴക്കാറ് വന്നിട്ടുണ്ട് കേട്ടോ. കയറിപ്പോരെ. അപ്പം ഞങ്ങൾ ഓർത്തു കുറച്ച് പ്രേത സിനിമയൊക്കെ കണ്ടുകൂടെ കയറിയിരിക്കാന്ന്. എന്നാണ്ട് ഇവനെ കൈ കിട്ടുമ്പോഴാ ഹൊറർ മൂവി. ഇവനെ കൈ കിട്ടിയില്ലെങ്കിൽ അത് എനിക്ക് ഒറ്റയ്ക്കിരുന്ന് കാണാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ എൻ്റെ കൂടെ കൂടുന്നുണ്ട്. ഇവനെ എൻ്റെ കൈ കിട്ടിയ ഹൊറർ മൂവിയാണ്. ഇത്ര പാടുപെട്ട് എന്തിനും ഇതൊക്കെ കാണണം എന്ന് ചോദിച്ചു. ചേട്ടൻ വന്നിട്ട് കുറച്ച് കൊപ്ര ഉണങ്ങാനായിട്ട് വീടിൻ്റെ ടെറസിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളോട് എടുത്ത് വെക്കാൻ പറഞ്ഞ് ഞങ്ങളിവിടെ ഇരുത്തിയിട്ട് പോയത്. അപ്പോൾ ഉച്ചയായപ്പോൾ ചേട്ടനിപ്പോൾ 3 മണിക്കാണ് വന്നേ ഊണ് കഴിക്കാൻ. അന്നത്തേക്ക് കൊപ്രയൊക്കെ നിന്നിട്ട് ഉണങ്ങി നാളെ ആട്ടിക്കാൻ പറ്റും. അപ്പം ചേട്ടൻ തന്നെ അതെല്ലാം വാരി കയറ്റി. മുകളിലും ഒരു മുറിയുണ്ട് ടെറസിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ അതിനകത്തേക്ക് കയറ്റി എല്ലാം സെറ്റ് ചെയ്തിട്ട് ചേട്ടൻ പോയിട്ടുണ്ട്. അപ്പോൾ അതാ നല്ലൊരു അടിപൊളി മഴ വരുന്നുണ്ട്. മന മൂടി കെട്ടിയായിരിക്കുന്നത്. ഇങ്ങനെ കണ്ടാൽ ചിലപ്പോൾ അറിയില്ലായിരിക്കുവേ. ശരിക്കും മൂടി കെട്ടിയാട്ടോ ഇരിക്കുന്നത്. നല്ല മൂടി കെട്ടിയായിരിക്കുന്നത്, അറിയാൻ പറ്റില്ല. പക്ഷെ ഫോണിൻ്റെ ക്ലാരിറ്റി നല്ല ഭംഗിക്കാം. അവൻ്റെ ഫുട്ബോളിലെ സ്കില്ലുകളൊക്കെ നിങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അത് ഇത്രയൊക്കെയാണെന്ന് പറയാനായിട്ട്. ഇനി അത്താഴത്തിനാണെങ്കിൽ പുട്ടി ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇതാണ്ട ഇതെന്നതാടാ, വാടാ വൈൻഡപ്പ് ചെയ്യാൻ പോവാടാ. വീണ്ടും അങ്ങനെ ചാടി കയറരുത് കേട്ടോ. കാലം നിന്നി ചെറുക്കനെ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. കുറേ നാളായില്ലേ വീട്ടിലെ വിശേഷമൊക്കെ അറിയാനായിട്ട്, എല്ലാവരും അറിഞ്ഞിട്ടൊക്കെ. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം. ഇടിയൊക്കെ മുഴങ്ങി തുടങ്ങിയിരുന്നു. ഞങ്ങൾ വീടിനകത്ത് കയറിയപ്പോൾ എപ്പോഴാണ് മിന്നലേ താഴെ വരുമെന്നും പറഞ്ഞ് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. അതിനു മുമ്പ് ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഒരുപാട് കമൻസേ നമ്മുടെ മൂക്കുത്തിനെ കുറിച്ചൊക്കെ വരാറുണ്ട് കേട്ടോ. വലിയ മൂക്കുത്തി ചേരത്തില്ല അതൊക്കെ. പക്ഷേ എനിക്ക് വലിയ മൂക്കുത്തി ഇഷ്ടമാണ്. എൻ്റെ മൂക്ക് വലുതാണ്. നമ്മൾ വീഡിയോ കാണുമ്പോൾ ഒന്നുമല്ല, നേരിട്ട് കാണുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് മാത്രം ഞാൻ മലബാർ ഗോൾഡിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിയതാണ്. ഞാൻ ഇടയ്ക്കിടും, ഞാൻ മാറി ഇടാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ വീണ്ടും പുതിയ ശേഷം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ബിന്ദുസ് ഡ്രീംസ്. ബൈ.